ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. അപ്പോൾ ബീച്ച് ഫെസ്റ്റ് നടക്കുകയാണ്. ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കാണാനായിട്ട് ഞങ്ങൾ രാത്രിയിലാണ് കേട്ടോ വന്നത്. ഈ ലൈറ്റിൻ്റെ വെട്ടവും കാര്യങ്ങളും ഒക്കെ കണ്ട് ആസ്വദിക്കണം എന്നുള്ളത് കൊണ്ട് രാത്രിയിലാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ അങ്ങനെ ഓരോ ടിക്കറ്റിനും ഒരാൾക്ക് 200 രൂപ വെച്ചിട്ടാണ്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് വാട്ടർഫോളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്, ഭയങ്കര വൈബാണ്. പാട്ടും അതിനനുസരിച്ച് ആൾക്കാരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ എൻഡിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. വെള്ളം കണ്ടപ്പോഴേ 3 പേരും ഫ്ലാറ്റായി ഇറങ്ങാം, റെഡിയാവാം, പോവാം എന്നുള്ള തുള്ളിച്ചാട്ടത്തിനോ ചെറുതിൻ്റെ തുള്ളിച്ചാട്ടം നിങ്ങൾ നോക്കൂ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ 3 ആളും. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ട്. പിള്ളേരൊക്കെ ആണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ സെക്യൂറായിട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുള്ള ഡ്രസ്സ് മാറാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ നിന്നാണ് ഞാൻ ചെയ്തതെങ്കിലും കുറേ ദൂരമായിരുന്നാലും ഈ വെള്ളം നമ്മുടെ ദേഹത്തോട്ടും ഫോണിലോട്ടും ഒക്കെ വെള്ളത്തുള്ളിൽ തെറിക്കുന്നുണ്ടായിരുന്നു. അത് ആ ഫോണിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈഡിലൊക്കെ ക്യാമറയുടെ പോർഷനിലൊക്കെ കുറേയൊക്കെ വെള്ളമായിരുന്നതുകൊണ്ട് കുറച്ച് ബ്ലറാണ് വീഡിയോസൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ മാത്രമല്ല എന്ന് വിചാരിച്ച ചേട്ടനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോയി. ചേട്ടൻ്റെ അനുഭവം വെച്ചിട്ട് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നേരിട്ട് അടിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ശക്തിയിലെ വെള്ളമൊക്കെ വന്ന് വീഴുന്നു. പക്ഷേ നല്ല രസവും പിള്ളേരെല്ലാം വൈബും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതും അവർ മ്യൂസിക് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. പിള്ളേർക്ക് അതിനകത്ത് കിടന്ന് ആസ്വദിക്കാനും വലിയവർക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അത് ശരിക്കും അറേഞ്ച് ചെയ്ത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പിള്ളേർ മാത്രമായി അവിടെ നിൽക്കാൻ തുടങ്ങി. പിന്നെ പിള്ളേർ എത്ര വിളിച്ചിട്ടും വരുന്നില്ലായിരുന്നു. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ ഇത്, അപ്പം ആസ്വദിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. അങ്ങനെ അവരവിടെ അറുമാദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഭംഗിയായിട്ട് അവർ എന്താ പറയുക, അടിച്ച് പൊളിച്ച് കണ്ടോ. നോക്ക് 3 അവിടെ കിടന്ന് തുള്ളിച്ചാടുന്ന ആ ചെറുതാണ് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിട്ട് അവരുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. നല്ല സെക്യൂറാണ്, എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞങ്ങൾ അടുത്ത ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോർഷൻസിലേക്ക് വന്നു. നന്നായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു അന്തരീക്ഷം, ഈ എന്താ പറയുക വില്ല പോലത്തെ സെറ്റിങ്സ് രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ടും കൂടുതൽ ആൾക്കാർ രാത്രിയിൽ വരുന്നത് കൊണ്ടായിരിക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നു ആ പോർഷനിൽ. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത ഫ്ലവർ ഷോയുടെ സെറ്റിങ്സിലോട്ട് പോയി. പറയാതിരിക്കാൻ പറ്റില്ല, ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓരോ ആർച്ചിലും ഭംഗിയോടുകൂടി. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ കുറേ 2 സെക്ഷൻ ഗോറില്ലാമാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉള്ളത് കൊണ്ടിട്ട് പിള്ളേർക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും പിള്ളേർ 2 പേരെ നിർത്തി ഫോട്ടോസും ഒക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ട് നടന്നു പോകുന്നത്. ആ പൂവിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ആർച്ചൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ള ലൈറ്റിങ്സ് ആണെങ്കിലും നല്ല ഭംഗിയിൽ കാണാനുണ്ട്. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ ഗോറില്ലയുടെ കാര്യം. ആ ഗോറില്ലയുടെ അടുത്ത് നിന്ന് പിന്നെ പോയി ഫോട്ടോ എടുക്കാനുള്ള വെയിറ്റിങ്ങിൽ കുറേ നേരം നിന്നു. പക്ഷേ ഫോട്ടോയൊക്കെ എടുത്ത് പുള്ളിയും ഭയങ്കര വൈബായതുകൊണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് നടന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയി. ഇതും ഫ്ലവറിൻ്റെ തന്നെ സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഓരോ കളർ വൈസ് വരുമ്പോഴത്തേക്കും പൂക്കളുടെ കളറ് മാറിപ്പോകുന്നതേ ഉള്ളൂ. നമ്മുടെ കണിക്കൊന്നയില്ലേ, അതാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് അവിടെ ഫുള്ള്. വെട്ടം കളറിങ് ലൈറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. വേറെ തോന്നുമെങ്കിലും നമ്മുടെ കണിക്കൊന്നയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് പറഞ്ഞാൽ തന്നെ പൂക്കളുടെ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഫോട്ടോസൊക്കെ ഇഷ്ടമുള്ളവരും നല്ല ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ് തുടർന്നുള്ള എല്ലാ ഇതിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിള്ളേരും അതിനകത്ത് കൂടിച്ചാടി ഒക്കെ നടന്ന് അവിടുന്ന് പുറത്ത് കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കുഞ്ഞ് വിശപ്പ് വന്നു. ആ വിശപ്പിന് അവിടുത്തെ കഫ്റ്റീരിയയിൽ നിന്ന് ഒരു ചായയും വേറൊരു സാധനം കഴിച്ചിട്ടോ, അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ സാധനം അതാണ് ചേട്ടൻ കഴിക്കുന്നത്. അതും കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നടപ്പ് തുടർന്നു. വീണ്ടും നടപ്പ് തുടർന്ന് ഞങ്ങൾ പിന്നെ ലവ് ഫ്ലവേഴ്സിലോട്ട് എൻട്രി ചെയ്തു. ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള പേര് ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇതിനിട്ടിരിക്കുന്ന പേര് ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ. നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള രീതിയിൽ ആൾക്കാരും കുറച്ച് കുറഞ്ഞതുകൊണ്ട് പതുക്കെയാണ് വീഡിയോസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് കണ്ടോ, ഓരോരുത്തരും അന്ന് സമാധാനമുള്ള അന്തരീക്ഷം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ ഇവിടെ. തിരക്കും ആദ്യത്തെ ആ വാട്ടർഫോളിനും അത് കഴിഞ്ഞിട്ട് മറ്റേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സെക്ഷൻസിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഈ ഫ്ലവേഴ്സിനെ കണ്ട് നമ്മൾ വീണ്ടും എൻ്റർ ചെയ്തിട്ട് ഇവിടെ ഓരോന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം തത്തയായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാവിനെ പൂക്കൾ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ താറാവല്ലേ, അതെ താറാവിൻ്റെ മണ്ടയ്ക്ക് എൻ്റെ കോഴിക്കുഞ്ഞ് കയറിയിരിക്കുന്നു നോക്കൂ. അപ്പോൾ അവിടെ നിർത്തി പിള്ളേരെ 3 പേരെയും നിർത്തി ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അവിടുന്ന് കുറച്ച് നടന്നു നോക്കിയപ്പോൾ ആരായിരിക്കുന്നേ, അതും ഒരു കിളീനെയും കണ്ട് കിളീനെ ഫോട്ടോ എടുത്ത്. പിന്നെ നമ്മുടെ മത്സ്യകന്യകയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ എയ്റോപ്ലെയിനൊക്കെ പൂ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് എഫേർട്ട് ഇവരെടുത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഗോൾഡിലേനെയൊക്കെ വീണ്ടും കണ്ട്, വീണ്ടും അടുത്ത പക്ഷീനെ ഒക്കെ കണ്ട്. അതും ഓരോ പക്ഷീനെയും കാണാൻ ഓരോ വ്യത്യസ്ത രൂപമായിരുന്നെങ്കിലും അവർ അറേഞ്ച് ചെയ്തത് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ആനയെ കണ്ടു, മയിലിനെ കണ്ടു. ഇങ്ങനെ എന്താ പറയുക, കുറേ കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കാണുക കേട്ടോ നടന്ന്. അങ്ങനെ ഇടയ്ക്ക് ഓരോ മൃഗത്തിൻ്റെ അടുത്ത് നിർത്തിയും മൂത്ത ആളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ മറ്റൊരു കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. ഞാനും മൂത്ത മോളും കൂടെ ആണ് കുറച്ച് നേരം പിന്നെ ബാക്കി നടന്നത്. അങ്ങനെ അവളെ നിർത്തി എല്ലാത്തിടത്തും ഫോട്ടോ ഒക്കെ എടുത്തു. ആ എന്താ പറയുക, വിമാനത്തിൻ്റെ സൈഡിലുള്ള ചക്രത്തിൽ അവിടേക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കുഞ്ഞു പിള്ളേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് മാറി. അങ്ങനെ മത്സ്യകന്യയെ കണ്ടു. അവിടെ നിന്ന് ഇനി അടുത്ത സെക്ഷനിലേക്ക് ഓരോരോ സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ടല്ലോ, അവിടോട്ട് കടന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യ സെക്ഷൻ മസാജറായിരുന്നു. മസാജിങ് സെക്ഷനിലേക്ക് അവർ വാങ്ങിക്കൂ, ചേട്ടനെയൊക്കെ മസാജ് ചെയ്ത് വെച്ചിട്ട് അവരോട്ട് ചേട്ടൻ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോയി, മറ്റേ കരിപ്പട്ടി ആ സെക്ഷൻ. അവിടെ നിന്ന് ഒരു കരിപ്പട്ടിയൊക്കെ തിന്ന് അവിടെ നിന്ന് ഞൊണഞ്ഞുകൊണ്ട് അടുത്ത സെക്ഷനിലോട്ട് പോയി. അവിടെ എന്താണെന്ന് കണ്ടില്ല. പിന്നെ അടുത്തത് ഇവിടെ ആയിരുന്നു. അതും എന്തൊക്കെയാണോ എനിക്ക് അറിയാത്ത സാധനങ്ങളായതുകൊണ്ട് ആ ഭാഗത്തോട്ടേ ഞാൻ നോക്കിയില്ല. പിന്നെ അടുത്തത് നമ്മുടെ ഫർണിച്ചേഴ്സ് ആയിരുന്നു കേട്ടോ. കട്ടിലും അലമാരയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അതിൽ കുറച്ച് നേരം അവിടെ പോയി നോക്കി നിന്നു. അങ്ങനെ തൊട്ടും തലോടിയും അതും കടന്നു പോയി. പിന്നെ ഇനിയുള്ള തിന്നാനുള്ള സാധനങ്ങളാണ്. അപ്പം അതൊക്കെ ഓരോ തിന്നാനുള്ള സാധനങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് ഓരോന്ന് നടക്കുന്നവർക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ ലൈറ്റ്സിൻ്റെ സെക്ഷനായി. അങ്ങനെ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെ ഒരുപാട് കളിൽ ഇപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ചേഞ്ച് ചെയ്യുന്ന കടകളൊക്കെയാണ്, ഫോണിൻ്റെ കവറും ഒക്കെ. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ബുക്സ്, പിന്നെ അലുവ കണ്ടാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അലുവയുടെ അവിടെ, പിന്നെ അച്ചാർ, അയ്യോ കണ്ടിട്ട് കൊതി വന്നു. അച്ചാർ സെക്ഷനും പിന്നെ മറ്റേ പൊരിക്കടയുണ്ടല്ലോ അത്. പിന്നെ അവിടെ നിന്ന് വാച്ച് കണ്ടപ്പോൾ പിള്ളേർ ഞങ്ങളെ നോക്കി, ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോയില്ല, അങ്ങോട്ട് മുമ്പോട്ട് കടന്നു. പിന്നെ കഴിക്കുന്ന കടയൊക്കെ കണ്ടാൽ ഒന്നെത്തി നോക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കി അത് വീഡിയോ എടുത്ത് വെക്കുന്ന രീതി ആയതുകൊണ്ട് അവിടെ നിന്നൊക്കെ കണ്ട് അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കമ്മൽ, മല, ചീപ്പ് അങ്ങനെയുള്ള കടകൾ. അപ്പോൾ അതെല്ലാം നല്ല അവിടുത്തെ ലൈറ്റിൻ്റെ വെട്ടം കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ബ്ലറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് പലതരം കമ്മലിൻ്റെ കളക്ഷനൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അത് ഫോട്ടോ എടുത്ത് വീണ്ടും മുമ്പോട്ട് പോയി. പിന്നെ ബുക്സ് ഓരോന്നൊക്കെ വെച്ചാൽ അത് വാങ്ങിച്ചു തരുമോ, ഇത് വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവർക്ക് പറ്റുന്ന ബുക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതെല്ലാം നോക്കി ഏതാണ്ടൊക്കെ ബുക്കിൻ്റെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ മുമ്പോട്ട് നടന്നു. പിന്നെ ഡ്രോയിങ് ബുക്സൊക്കെ ഉണ്ടായിരുന്നു, ചെറുത് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും നടന്നു. അങ്ങനെ മുമ്പോട്ട് പോയി. പിന്നെ എന്താ മുഖസൗന്ദര്യത്തിൻ്റെ കട, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് പിന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ ബ്യൂട്ടീഷ്യനാണല്ലോ, അതുകൊണ്ട് അതും വേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും മുമ്പോട്ട് കിടന്ന്. പിന്നെ ബെഡ്ഷീറ്റ്, കളിപ്പാട്ടങ്ങൾ, അതൊന്നും പിന്നെ ഇവർക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്. അപ്പോൾ അതിനും വീണ്ടും അവിടെ നിന്ന് മുമ്പോട്ട് കിടന്ന്. പിന്നെ മറ്റേ ഈ ചൈനീസ് ബോളില്ലേ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അത് തപ്പിയാണ് ശരിക്കും നടന്നത് കേട്ടോ. അപ്പോൾ അതൊരു കടയിൽ കണ്ടു, ഭംഗി നോക്കി തിരിച്ചവിടെ വയ്ക്കുന്ന രീതി നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ പല കടകൾ, അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അച്ചാർ വന്നപ്പോൾ വായിലെ രസകുമിളകൾ ഉണർന്നു എന്ന് പറയുന്നത് ശരിക്കും. പക്ഷേ വാങ്ങിയില്ല, ഒന്നും കണ്ടു നോക്കി മനസ്തൃപ്തി അടഞ്ഞു. അവിടുന്ന് മുമ്പോട്ട് വീണ്ടും നടന്നു. പിന്നെ അവിടെ നിന്ന് മുമ്പോട്ട് നടന്നപ്പോൾ എന്താ പറഞ്ഞേ, ഈ നമ്മുടെ ചുക്ക് കരിപ്പട്ടി സാധനങ്ങൾ, പിന്നെ നമ്മുടെ സിന്ധ്യ അല്ലല്ലോ ആ സാധനം, അത്, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കണ്ട് മെഹന്തിയുടെ ഡിസൈൻസും അതുമൊക്കെ കണ്ട്, കളിപ്പാട്ടങ്ങളും പാവേനെയൊക്കെ കണ്ട്, ബാഗിൻ്റെ ഡിസൈൻസൊക്കെ ഒരുപാടുണ്ട്, പല കളക്ഷനും പല സൈസിലൊക്കെ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭംഗി നോക്കി മുമ്പോട്ട് പോയി.
വീണ്ടും അവിടുന്ന് സെയിൻ്റെ അത്തറ് കടയാണ് കണ്ടത്. അത്തറ് കടയിൽ കടന്ന് മുമ്പോട്ട് പോയി പിന്നെ മാലകൾ വരെ കുട്ടി മാലേഴ്സില്ലേ, ഡിസൈനിങ് അങ്ങനത്തെ മാല കണ്ടു. പിന്നെ വീണ്ടും ഫോട്ടോ ഫ്രെയിംസും ഓരോരുത്തരുടെ ഫോട്ടോ ഫ്രെയിംസൊക്കെ കണ്ടു. പിന്നെ തൊപ്പി കളക്ഷൻസ് അവിടെ നിന്ന് അത് കണ്ടു. അതിന് ശേഷം വാച്ച് കളക്ഷൻസ് കണ്ടു. അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോയി നമ്മുടെ എന്താ പാൽമിഠായി, പഞ്ഞിപ്പാൽ മിഠായില്ലേ, അത് പഴയകാല തേൻമിഠായി, ആ കടയൊക്കെ കണ്ടു. അവിടെ നിന്ന് അവരെല്ലാം ഈ നമുക്ക് തിന്നാനുള്ളതൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കാൻ തരും കേട്ടോ. അതെല്ലാം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ചെരുപ്പിൻ്റെ കളക്ഷൻ, അത് പറയാതിരിക്കാൻ വയ്യ, അന്യായ കളക്ഷനായിരുന്നു. അവിടെ നിന്ന് വീണ്ടും എന്താ എൻ്റെ പേര് എനിക്ക് തന്നു, എനിക്ക് പക്ഷേ അത് കണ്ടിട്ട് വേണ്ടാന്ന് തോന്നിയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി. എന്താ പേര് നടത്തില്ല. പിന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഉള്ളത്, ആൾക്കാർ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഏരിയയിലൊക്കെ കുറച്ച്. പിന്നെ സെൻറ്റില്ലേ കയ്യിൽ തൂത്ത്, അതായിരുന്നു, അത് വേണ്ട പറഞ്ഞത്. ഇവിടെ ഈ കടയിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ചൈനീസ് ബോളില്ലേ, എൻ്റെ പേര് ചൈനീസ് ബോൾ എന്നാണ് എടുത്ത് നോക്കി. പക്ഷേ അവരെന്തോ റേറ്റ് പറഞ്ഞു കേട്ടില്ല. പിന്നെ അവിടെ വെച്ച് ചില പറഞ്ഞ് പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ വെച്ചിട്ട് പിന്നെ വീണ്ടും മുമ്പോട്ട് നടന്ന് മലയും വളയൊക്കെ നോക്കി, ബാഗൊക്കെ നോക്കി. പിന്നെ ലാസ്റ്റ് വന്നപ്പോഴാണ് നമ്മുടെ ഫ്ലവേഴ്സ് കണ്ടത്. നല്ല പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഇരിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ നോക്കിക്കുമ്പോൾ വാങ്ങാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടു പോരാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തിയിട്ട് അവിടെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ തീർന്നത് കൊണ്ട് ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു. ഞാൻ കഴിച്ചില്ല, ചേട്ടനും പിള്ളേരും കഴിച്ചു. കണ്ടോ നോക്കൂ, പാനിപ്പൂരി കഴിക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ്. വേണം വാങ്ങിച്ചു താ എന്ന് പറഞ്ഞിട്ട് ആ പാനിപ്പൂരി കഴിക്കുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പഴയ എന്താ പറയുക, രുചിച്ച് ആസ്വദിച്ച് പാനിപ്പൂരി കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കഴിക്കുമെന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന എൻ്റെ മോഹമാണ് ചേട്ടൻ കാണുന്നത്. പുള്ളിക്ക് ഇങ്ങനെ പറഞ്ഞ് വേണ്ടാന്ന് പറയുമ്പോൾ ദേഷ്യം വരും. പക്ഷേ ഞാൻ കഴിക്കാത്ത സാധനമാണ്, ഞാൻ വേണ്ടാന്ന് തന്നെ പറയും. അതുകൊണ്ട് അതൊക്കെ കഴിച്ച് പിള്ളേർ വയറ് നിറപ്പിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ മുമ്പോട്ടുള്ള യാത്ര തുടങ്ങിയത്. അവിടുന്ന് പിന്നെ പുറത്തോട്ടിറങ്ങി ഗെയിംസും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ എന്താ പറയുക, തിരക്ക് കുറഞ്ഞ സമയം, 11 മണിയോളം ആയിട്ടുണ്ടാവുന്നു. അപ്പോൾ അതൊക്കെ പൂട്ടിക്കിട്ടാറുള്ള അവരുടെ ചുറ്റുപാടുകളാണ്. എന്നിട്ടും ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എങ്കിലും അവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ അധികം ചുറ്റി തിരിയാൻ നിന്നില്ല. പിന്നെ പുറത്തിറങ്ങി വീണ്ടും എൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്ത്, അതിനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ അകത്തൊന്നും കയറാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് കടപ്പുറത്തിനോട് ആലപ്പുഴ ബീച്ചിനോട് ടാറ്റ ബൈ പറഞ്ഞ് ഞങ്ങളുടെ കൂടാരത്തിലേക്ക് തിരികെ യാത്രയായി. അപ്പോൾ ഞങ്ങളുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്തിടുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ടേക്ക് കെയർ.